ഇതിനു മുമ്പും ആരൊക്കെയോ പലതവണ പറഞ്ഞ വിഷയം തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും പ്രാദേശിക ഭരണാധികാരികൾ മുതൽ ഉയർന്ന നീതിന്യായ കോടതി വരെ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. പറഞ്ഞു വരുന്നത് തെരുവ് നായ്ക്കളുടെ കുറിച്ച് തന്നെയാണ്. എത്ര പറഞ്ഞാലും ഈ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല എന്ന് മാത്രമല്ല, ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നുമുണ്ട്. തെരുവ് നായ്ക്കൾ മൂലം ഏറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദോഷം പറയരുതല്ലോ, ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ്. മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരു പെൺകുട്ടി തെരുവുനായയുടെ കടിയേറ്റ് പേയിളകി മരിക്കുന്നത്. വാക്സിനൊക്കെ ഉണ്ട്, കോടിക്കണക്കിന് രൂപയുടെ വാക്സിൻ സ്റ്റോക്കുമുണ്ട്. ആവശ്യമായ താപനിലയിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് പലപ്പോഴും അത് ഉപയോഗിച്ചാലും മരണം സംഭവിക്കുന്നുണ്ട്. ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരുവുനായകളുടെ വർധനയ്ക്കെതിരെ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി ഉയർന്ന ഒരു കോടതിയെ സമീപിച്ചു. കോടതി തീരെ കനിഞ്ഞില്ല. പലർക്കും ഇവിടെ മനുഷ്യരോടുള്ള സ്നേഹത്തെക്കാട്ടും മൃഗങ്ങളോടുള്ള സ്നേഹമാണല്ലോ കൂടുതൽ. ഇങ്ങനെയുള്ളൊരു വ്യക്തി മന്ത്രിയായപ്പോഴാണ് വന്യമൃഗങ്ങളെയും നാടൻ മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള നിയമം കൊണ്ടുവന്നത്. ഇതിനിടയ്ക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുറിപ്പ് കണ്ടു, ഇന്ത്യ ഒഴിച്ച് മറ്റ് രാജ്യങ്ങളിലൊന്നും തെരുവ് നായ്ക്കളില്ലെന്ന്. സത്യമാണ്, തെരുവ് നായകൾ മറ്റ് രാജ്യങ്ങളിലൊന്നുമില്ല. അവിടെ വളരെ മാന്യമായ രീതിയിലാണ് നായകളെ വളർത്തുന്നത്. അവിടെയൊക്കെ ഒരുപാട് വീടുകളിൽ നായകളെ വളർത്തുന്നവരുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചില രാജ്യങ്ങളിൽ നായയുടെ ഇറച്ചി തീൻമേശയിലെ രുചികരമായ ഒരു വിഭവം കൂടിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, അവിടങ്ങളിൽ നായകൾക്ക് ഒരു അസുഖം വന്നാൽ ഉടനെ അവരെ തെരുവിലേക്ക് ഇറക്കി വിടില്ല, ആവശ്യമായ പരിചരണം നൽകും. ഇവിടെയാണെങ്കിലോ എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ സ്ഥാനം തെരുവിലാണ്. ഇവിടെ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് നായകളെ മാത്രമല്ലല്ലോ, തനിക്ക് മുലപ്പാൽ തന്ന് വളർത്തി വലുതാക്കിയ പെറ്റമ്മയെ, അതുപോലെ തന്നെ താനാക്കിയ അച്ഛനെ ഒക്കെ ഒരു വയ്യാകെ വരുമ്പോൾ ദേവാലയങ്ങളുടെ, വളരെ തിരക്കുള്ള ദേവാലയങ്ങളുടെ നടയിലിരുത്തി രക്ഷപ്പെടുന്ന എത്രയോ മഹാനുഭാവന്മാരുള്ള നാടാണിത്. അപ്പോൾ നായയെ തെരുവിലേക്ക് ഇറക്കപ്പെടുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല. വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന അല്പത്തങ്ങൾ എടുത്ത് വിളമ്പുന്നതിന് മുമ്പേ ഒരു കാര്യം ആലോചിക്കുക. മാതാപിതാ ദൈവം എന്ന ആപ്തവാക്യമുണ്ട്, അതും കൂടെ ചേർത്ത് വെക്കുക. മറ്റൊന്നുകൂടിയുണ്ട്, മാലിന്യങ്ങൾ ജൈവമാലിന്യങ്ങളായാലും അജൈവ മാലിന്യങ്ങളായാലും അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഈ മാലിന്യങ്ങളാണ് ഈ തെരുവ് നായ്ക്കളെ വർധനയ്ക്ക് കാരണം. പൊതു തെരുവ് ആരുടെയും. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.